നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിൽ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയുള്ള നിലപാടിലുറച്ച് ഡോക്ടർ ശശി തരൂർ MP. കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടി തരൂർ എക്സിൽ കുറിച്ചു. തനിക്ക് ചെയ്യാൻ ചില നല്ല കാര്യങ്ങളുണ്ട്. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും തരൂർ പറയുന്നു. സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ പനാമയിലെ പര്യടനത്തിനിടയിലുള്ള ശശി തരൂരിന്റെ പ്രസ്താവനയെ ചൊല്ലിയാണ് വിവാദം. ഇന്ത്യ ആദ്യമായാണ് നിയന്ത്രണ രേഖയെയും അന്താരാഷ്ട്ര അതിർത്തിയെയും കടന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്ന തരൂരിന്റെ പരാമർശമാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചത്. വിമർശനവുമായി എത്തിയ നേതാക്കൾക്ക് തരൂർ തന്നെ മറുപടി നൽകി. വിമർശനങ്ങളും ട്രോളുകളും എന്റെ കാഴ്ചപ്പാടുകളെയും വാക്കുകളെയും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വളച്ചൊടിച്ചുകൊണ്ടുള്ളതാണ്. എനിക്ക് ഇതിനേക്കാൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പനാമയിൽ നീണ്ട ഒരു ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം അർദ്ധരാത്രിയോടെ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. 6 മണിക്കൂറിനുള്ളിൽ കൊളംബിയൻ തലസ്ഥാനമായ ബൊക്കോട്ടയിലേക്ക് പുറപ്പെടണം. അതിനാൽ ഇതിനൊന്നും ശരിക്കും സമയമില്ല. നിയന്ത്രണ രേഖയിൽ ഉടനീളം ഇന്ത്യ നടത്തിയ വീരപ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എന്റെ വാക്കുകൾക്കെതിരെ ആക്രോശിക്കുന്ന തീവ്ര ചിന്താഗതിക്കാർ അറിയുന്നതിനായി ഇന്ത്യ നേരിട്ട ഭീകരവാദ ആക്രമണങ്ങൾക്ക് നൽകിയ പ്രതികാര നടപടികളെ കുറിച്ച് മാത്രമാണ് ഞാൻ വ്യക്തമായി സംസാരിച്ചത്. അല്ലാതെ മുൻകാലങ്ങളിൽ സംഭവിച്ച യുദ്ധങ്ങളെ കുറിച്ചല്ല. അടുത്ത കാലത്തായി നടന്ന ഭീകരവാദങ്ങളെ കുറിച്ചായിരുന്നു എന്റെ പരാമർശം, തരൂർ വ്യക്തമാക്കി. വിമർശനങ്ങൾക്കിടയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ശശി തരൂരിനെ പിന്തുണ അറിയിച്ചു. പ്രതിനിധി സംഘത്തിൽ പോയവർ ഇന്ത്യക്കെതിരെയാണോ സംസാരിക്കേണ്ടതെന്നും രാഷ്ട്രീയ നിരാശയ്ക്ക് പരിധിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായി കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുന്ന ശശി തരൂരിനോട് വിശദീകരണം തേടണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. എന്നാൽ തരൂരിനോട് വിശദീകരണം തേടുന്നത് നിലവിൽ ആലോചനയിലില്ലെന്നാണ് AICC വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.